ഫസ്റ്റ് ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് അതായത് ഈ ചാപ്റ്ററിനെ നമ്മൾ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഒരു പാർട്ടും കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് മറ്റൊരു പാർട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിനെയാണ് നോക്കുന്നത്. അപ്പം ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ പഠിക്കുന്നതിന് ആദ്യമായിട്ട് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണെന്ന് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇതൊരു സിസ്റ്റമാണ്. ഈ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇതിനകത്ത് നിറയെ ചാർജ് ഉണ്ട്, പോസിറ്റീവും നെഗറ്റീവും ചാർജായിട്ട് ഈ ഒരു സിസ്റ്റം നിറയെ ചാർജാണ്. ഇതിനകത്ത് നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്യുവാണ്. ഈ പോയിന്റിന് പി കൊടുത്തേക്കുന്നു, പി എന്ന് പേര് കൊടുത്തേക്കുന്നു. എന്നിട്ട് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് നമ്മളൊരു ചാർജ് എടുക്കുന്നു. ഈ ഒരു പോയിന്റിലാണ് ഞാൻ ചാർജ് കൺസിഡർ ചെയ്യുന്നത്. ഈ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജാണ്. ഞാൻ ഇതിന് പേര് കൊടുക്കുന്നു ക്യൂ. അപ്പോൾ ഈ ക്യൂ എന്ന് പറയുന്നത്, അതായത് ഈ പോയിന്റിൽ ഈ ഒരു പോസിറ്റീവ് ചാർജിനെ എനിക്ക് ഈ ഒരു പി എന്ന് പറയുന്ന പോയിന്റിലോട്ട് എത്തിക്കണം. ഈ പോസിറ്റീവ് ചാർജിനെ എനിക്ക് ഈ പോയിന്റ് പിയിലോട്ട് എത്തിക്കണം. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജിനെ പിയിലോട്ട് എത്തിക്കാനായിട്ട് ചെയ്യുന്ന വർക്ക് ഡണ്ണിനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഈ പോസിറ്റീവ് ചാർജിനെ പി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് ഡണ്ണിനെയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്തോന്നാണ് നമ്മൾ നോക്കുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ക്യൂ എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നമ്മൾ ആദ്യം പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഡിനോട്ട് ചെയ്യുന്നത് വി എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ വി ക്യൂ മൈനസ് വി പി. അപ്പോൾ വി ക്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യലാണ്. ഈ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യലാണ് വി ക്യൂ എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യലാണ് വി പി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നോക്കി, പൊട്ടൻഷ്യൽ ഡിഫറൻസ് നോക്കി. ഇനി പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു, നമ്മൾ എന്നിട്ട് ഒരു ചാർജിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, അതിനാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നതെന്നൊക്കെ. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു പോയിന്റിൽ പൊട്ടൻഷ്യൽ എത്രയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത്, നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്തു, എ എന്ന് പറയുന്ന ഒരു പോയിന്റ്. നമ്മൾ ചാർജ് കൺസിഡർ ചെയ്യുന്നു. ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ക്യൂ എന്ന് പറയുന്ന ചാർജാണ് നമ്മളിവിടെ, അതായത് ഒരു പോസിറ്റീവ് ചാർജ്. അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് എന്തുവാ, ക്യൂ എന്നാ പേര് കൊടുക്കുന്ന. അടുത്ത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ആറാണ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ, അത്രയും കാര്യം ഇല്ല. അപ്പോൾ ഇനി നമ്മുടെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എന്തുവാ, ഇ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് സംശയം തോന്നും, ഇതെന്തുവാണ് എക്സ്, അതായത് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 എന്നല്ലേ പഠിച്ചിട്ടുള്ളതെന്ന്. അതായത് ഈ എക്സ് എന്ന് പറഞ്ഞാലും 6 എന്ന് പറഞ്ഞാലും ഈക്വൽ ആണ്. അതായത് എക്സ് എന്ന് പറഞ്ഞാലും എന്തോ അർത്ഥം, ഡിസ്റ്റൻസ് എന്നാണ്. 6 എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ് അർത്ഥം, ഡിസ്റ്റൻസ് എന്ന് തന്നെയാണ് അർത്ഥം. ഓക്കെ, അടുത്ത് ഇനി നമ്മൾ പറയാൻ പോകുന്ന വർക്ക് ഡണ്ണിൻ്റെ ഒരു ഇക്വേഷൻ, അതായത് ഡി ഡബ്ല്യു ഈക്വൽ ടു മൈനസ് ഇ ഇൻറ്റു ഡി എക്സ് എന്നാണ് ഇക്വേഷൻ. ഡി ഡബ്ല്യു ഈക്വൽ ടു മൈനസ് ഇ ഇൻറ്റു ഡി എക്സ്. അതിൽ ഡി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ എന്നാണ്, ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നാണ്. അപ്പോൾ ഡി ഡബ്ല്യു ഈക്വൽ ടു മൈനസ് ഇ ഇൻറ്റു ഡി എക്സ്. ഇനി അടുത്ത് വേറൊരു ഇക്വേഷൻ ഉണ്ട്, വി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഇൻഫിനിറ്റി ടു ആർ ഡി ഡബ്ല്യു എന്നാണ് ഇക്വേഷൻ. ഇതിലെന്തോന്ന് അറിയാമോ, വി എന്ന് പറഞ്ഞാൽ എന്തുവാ, പൊട്ടൻഷ്യൽ. വി എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ, ഡി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ. ഇനി നമ്മൾ അടുത്ത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ഡി ഡബ്ല്യുവിൻ്റെ സ്ഥാനത്ത് നമ്മൾ ആരെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഈ മൈനസ് ഇ ഇൻറ്റു ഡി എക്സിനെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് പറ്റും, വി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഇൻഫിനിറ്റി ടു ആർ മൈനസ് ഇ ഇൻറ്റു ഡി എക്സ് എന്ന് വരും. ഓക്കെ, വി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ മൈനസ് ഇ ഇൻറ്റു ഡി എക്സ് എന്ന് വരും.
ഇനി അടുത്ത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ഇൻ്റെ സ്ഥാനത്ത് നമ്മളിതാ ഈ ഇക്വേഷൻ ഇല്ലേ, ഈ ഇക്വേഷൻ കൊണ്ടങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഇൻ്റെ സ്ഥാനത്ത് ദാണ്ട് ഈ ഇക്വേഷൻ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്ത് പറ്റുമെന്നറിയോ? v is equal to integral infinity to r 1 divided by 4 pi epsilon 0 into q divided by x square എന്ന് വരും. ഈ മൈനസ് ഒരിടത്തും പോകില്ല, അവിടെ തന്നെ കിടക്കും. ഡി എക്സ് ഒരിടത്തും പോകില്ല, അവിടെ തന്നെ കിടക്കും. ഇക്ക് പകരം മാത്രം നമ്മൾ ഇൻ്റെ വാല്യൂ ഇതാ ഇവിടെ കൊണ്ടങ്ങ് ഇട്ട് കൊടുത്തു, അത്രയേ ഉള്ളൂ. കുഴപ്പമില്ലല്ലോ? ഇല്ല. അപ്പോൾ ഇനി നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതായത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ പുറത്തെടുക്കുകയും അല്ലാത്ത സാധനങ്ങളെയൊക്കെ അവിടെ തന്നെ ഇട്ടയ്ക്കുകയും ചെയ്യും, അല്ലേ? അപ്പോൾ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാർ എവിടെയാണ്, ആരൊക്കെയാണ്? നമ്മൾ ഒന്നൊന്നായിട്ട് പുറത്തെടുക്കാം. മൈനസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, പുറത്ത് പോട്ടെ. 1/4 pi epsilon 0 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്ത് കിടക്കാം. അടുത്ത് ഇതിൽ ക്യൂ എന്ന് പറയുന്നതും കോൺസ്റ്റൻ്റാണ്, ചാർജാണ്. അപ്പം ക്യൂ എന്ന് പറയുന്നതും പുറത്ത്, അല്ലേ? അപ്പം ഇൻ്റഗ്രേഷൻ്റെ അകത്ത് ആരൊക്കെ വരും? ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ 1 divided by x square. 1/x² എന്ന് പറയുന്നത് മാത്രം ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിൽ വരും. 1/x² into dx എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫിസിക്സ് വിത്ത്, അതായത് ബയോ മാത്സ് പഠിക്കുന്നവർക്ക് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് ഒക്കെ അറിയാം. പക്ഷേ ബയോ സൈക്കോളജി പഠിക്കുന്നവർക്ക് ഇൻ്റഗ്രേഷൻ അല്പം പാടായിരിക്കും. അതായത് അവർക്ക് അതിങ്ങനെ പഠിക്കാനില്ലല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞുതരാം. ബേസിക് ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻ ആണ്. അതായത് ഇൻ്റഗ്രൽ 1 divided by x² എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ലിമിറ്റ് ഉണ്ട് കേട്ടോ. ഇൻഫിനിറ്റി ടു ആർ എന്നുള്ളതാണ് ലിമിറ്റ്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ x² നമ്മൾ മേലോട്ട് കൊണ്ടുപോകും. x² മേലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തെന്ന് വരും? ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ x⁻² എന്ന് വരും. ഓക്കെ, x⁻² എന്ന് വരും. ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ x⁻² എന്ന് വരും. ഈ x⁻² ഇനി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. x⁻² നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരുമെന്നറിയോ? ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ x⁻² (2+1) ഡിവൈഡഡ് ബൈ -2 + 1. ഇത് കണ്ടിട്ട് നിങ്ങൾ വേറൊന്നും വിചാരിക്കേണ്ട. ഒരു ഇക്വേഷൻ ഉണ്ട്, x⁻n ഈക്വൽ ടു x⁻n+1 ഡിവൈഡഡ് ബൈ n+1. ഇതിനകത്ത് n എന്ന് പറഞ്ഞാൽ -2 ആണ്. അപ്പോൾ x⁻² + 1 ഡിവൈഡഡ് ബൈ -2 + 1. -2 + 1 എന്ന് പറഞ്ഞാൽ എന്തുവാ? അപ്പോൾ ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ x⁻1 ഡിവൈഡഡ് ബൈ -1 എന്ന് വരും. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് വൃത്തിയായിട്ട് എഴുതുവാണ്. ഇതിനെ നമ്മൾ വൃത്തിയായിട്ട് എഴുതുമ്പം എങ്ങനെ വരും എന്ന് പറഞ്ഞാൽ, അതായത് ഈ സാധനത്തിനെ ഒന്ന് മേലോട്ട് എഴുതുവാണേ. ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ x⁻1 ഡിവൈഡഡ് ബൈ -1. അതായത് നിങ്ങൾ അതായത് നിങ്ങൾ 1/x² എന്തെന്ന് എഴുതി? x⁻² എന്ന് എഴുതി. അതുപോലെ 1/x⁻1 നിങ്ങൾ എന്തെന്ന് എഴുതും? x⁻1 എന്ന് എഴുതും. ഇതാ ഈ x⁻1 നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? 1/x⁻1 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ x⁻1 പകരം നമ്മൾ എന്തെന്ന് എഴുതാൻ പോവുകയാണ്? 1/x�1 എന്ന് എഴുതാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെ വരുമെന്ന് നോക്കിക്കോടെ. ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ 1/x⁻1. 1/x⁻1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? എക്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ദാ ഈ മൈനസ് എവിടെ പോയെന്ന്. മൈനസ് ഒരിടത്തും പോകത്തില്ല, അത് അവിടെ തന്നെ ഉണ്ട്. അപ്പം -1/x. ഇതാണ്ട് നമ്മൾ ഇത്രയും നേരം ഇയാളെ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്, ബാക്കി ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ട്. ഈ ഇൻ്റഗ്രൽ 1/x² മാത്രമാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, ബാക്കി ആൾക്കാർ അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻഫിനിറ്റിനെ ആറിനെ ഒരിടത്തും കളയത്തില്ല. ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ബോക്സ് വരച്ച് അവിടെ തന്നെ അങ്ങ് ഇട്ടയ്ക്കും. ഇൻഫിനിറ്റി ടു ആർ. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുവാണ്? ഇതിനെ കൊടുക്കുവാണ് കേട്ടോ. അപ്പം ഈ സാധനം തന്നെയാണ് വരുന്നത്, മേലോട്ട് വരുന്നത്. v ഈക്വൽ ടു -1/4 pi epsilon 0 ഇൻറ്റു ക്യൂ ഇൻറ്റു ഈ 1. ഇതിന് പകരം നമ്മളിതാ ഇത് കൊടുക്കും. എന്താണ്? -1/x
ഇൻഫിനിറ്റി ടു ആർ. ഇനി വേറൊരു കാര്യമുണ്ട്, അതാ നോക്കിയാണ്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഈ രണ്ട് മൈനസും കൂടെ എന്ത് ചെയ്യുമെന്നറിയാമോ? പ്ലസ് ആയിട്ട് പോവും. അപ്പോൾ എന്ത് വരും? വി ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 4πε0. ഈ 1 ഇൻറ്റു ക്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ക്യൂ തന്നെയാണ്. അപ്പോൾ ക്യൂ ബൈ 4πε0, ഈ മൈനസും കൂടെ പ്ലസ് ആയി. അപ്പോൾ 1/x ഇൻഫിനിറ്റി ടു ആർ. ഇനി അടുത്ത് ലിമിറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് ആരാണ്? ആറാണ്. ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ആർക്കാണ് ലിമിറ്റ് കൊടുക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ എക്സിനാണ് ലിമിറ്റ് കൊടുക്കേണ്ടത്. അതായത് വി ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ 4πε0 1/r മൈനസ് 1/ഇൻഫിനിറ്റി. അതായത് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പോൾ എന്ത് വരും? വി ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു 1/r എന്ന് വരും. ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് വൃത്തിയായിട്ട് എഴുതുമ്പോൾ വി ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു Q/R എന്ന് വരും. അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ ഇതാണ്, വി ഈക്വൽ ടു 1/4πε0 Q ഡിവൈഡഡ് ബൈ R. ഇതിനെ ജസ്റ്റ് ഒറ്റ ഇതിൽ കാണിച്ചു തരാം. ഇതാ നോക്കിക്കോ, വി ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q/x². എന്നിട്ട് വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ, പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ. അടുത്ത് നമ്മുടെ DWൻ്റെ സ്ഥാനത്ത് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇൻ്റെ വാല്യൂ ഇതാണ്. ഇതിനെ ഇൻ്റെ സ്ഥാനത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അത് ഇങ്ങനെ വരുന്നു. അതിനുശേഷം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ പുറത്തെടുക്കുന്നു. അതിനുശേഷം നമ്മൾ -1/, അതായത് ഇൻ്റഗ്രൽ 1/x² ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ഫൈനൽ ആൻസർ കിട്ടി, വി ഈക്വൽ ടു Q/4πε0 ഇൻറ്റു 1/R. ഇവിടുത്തെ 1/ഇൻഫിനിറ്റീന് നമ്മൾ എന്ത് ചെയ്യും? 1/ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അപ്പം പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് Q/4πε0 ഇൻറ്റു 1/R എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോണത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ എന്നാണ്. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ നോക്കിക്കാണും, എന്നാലും നമുക്കൊന്നുകൂടെ നോക്കാം. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, നമ്മൾ ഒരു പോസിറ്റീവ് ചാർജ് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്, ഒരു നെഗറ്റീവ് ചാർജ് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. ഈ രണ്ട് ചാർജും കൂടെ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. പോസിറ്റീവും നെഗറ്റീവും തന്നെ ആവണമെന്നില്ല, പോസിറ്റീവും ആവാം, നെഗറ്റീവും ആവാം. അതായത് രണ്ട് ചാർജിനെ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്ന? ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഓക്കെ, പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. അതായത് ഒരു കുഞ്ഞ് ഡിസ്റ്റൻസ് കൊണ്ട് ഒരു ഈക്വലോ ഓപ്പോസിറ്റോ ആയിട്ടുള്ള ചാർജിനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ ഫിഗർ നോക്കാം. ഫിഗർ എന്ന് പറഞ്ഞാൽ ഇച്ചിരി എളുപ്പമാണ്. നമ്മൾ ആദ്യം രണ്ട് ചാർജ് കൺസിഡർ ചെയ്യുവാണ്. പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു ചാർജ്, നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു ചാർജ്. ഓക്കെ, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് പോസിറ്റീവ് ചാർജ്, അപ്പം +Q, നെഗറ്റീവ് ചാർജ് എന്ന് പറയുമ്പോഴത്തേക്കും -Q, +Qവും -Q. ഓക്കെ, അപ്പോൾ ഇനി ഇതിന് ഇവിടെ നിന്ന് അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജാണിത്, നെഗറ്റീവ് ചാർജാണിത്. പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് +Q ആണ്, നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് -Q ആണ്. ഇത് അത് തമ്മിൽ നമ്മളൊരു കുഞ്ഞ് ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2a ആണ്. ഓക്കെ, ഒരു പോസിറ്റീവ് ചാർജ്, ഒരു നെഗറ്റീവ് ചാർജ്, ഇത് രണ്ടും തമ്മിൽ നമ്മൾ ഡിസ്റ്റൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2a ആണ്. ഈ പോയിന്റ് എ എന്ന് കൊടുക്കുന്നു, ഈ പോയിന്റ് ബി എന്ന് കൊടുക്കുന്നു. അപ്പോൾ എ എന്ന് പറയുന്ന നമ്മുടെ പോസിറ്റീവ് ചാർജിനെ ആരുമായിട്ട് ബന്ധിപ്പിക്കുവാണ്? പി എന്ന് പറയുന്ന ഒരു പോയിന്റുമായിട്ട് ബന്ധിപ്പിക്കുവാണ്. അടുത്ത് ബി എന്ന് പറയുന്ന നമ്മുടെ നെഗറ്റീവ് ചാർജിനെ ഇവിടുത്തെ പി എന്ന് പറയുന്ന പോയിന്റുമായിട്ട് ബന്ധിപ്പിക്കുവാണ്. ഓക്കെ, അപ്പോൾ എ മുതൽ പി വരെയുള്ള, അല്ലെങ്കിൽ പോസിറ്റീവ് ക്യൂ മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R1. ഓക്കെ, അടുത്ത് നെഗറ്റീവ് ക്യൂ മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R2. അടുത്ത് ഈ പി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഞാനൊരു പെർപെൻഡിക്കുലർ ലൈന് വരച്ചു കൊടുക്കുവാണേ. അപ്പം അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R. ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R. ഇനി ഈ പോസിറ്റീവ് ക്യൂവിൽ നിന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. എങ്ങോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കുക? ബി പിയിലോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചു കൊടുക്കുക. ഇവിടെ ഒരു പോയിന്റ് സി എന്നിടുവാണ്. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടിയില്ലേ? എ ബി സി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടി.
ഓക്കെ, എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളും നമുക്ക് കിട്ടി. ഇനി വേറൊരു പ്രത്യേകതയുണ്ട് ഈ ട്രയാങ്കിളിന്. ഇതെന്ന് പറയുന്നത് എന്താണ്? 90 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പടം എന്ന് പറയുന്ന. എളുപ്പമാണ്. ഒരു പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്, ഒരു പോയിന്റ്. പോസിറ്റീവിൽ നിന്ന് നമ്മൾ പിയിലോട്ട് ഒരു ലൈൻ കണക്ട് ചെയ്തിട്ടുണ്ട്, ബിയിൽ നിന്ന് പിയിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ക്യൂ മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് R1 ആണ്. നെഗറ്റീവ് ക്യൂ മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് R2 ആണ്. നടുക്കോലോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്, R എന്നാണ്. ഈ പോസിറ്റീവ് ക്യൂവിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്, സി എന്നാണ് അതിൻ്റെ പേര്. ഇത് 90 ഡിഗ്രി ആണ്. അപ്പോൾ ഈ ഫിഗറിനെ പറ്റി പറയാനാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പ്രൂഫിലോട്ട് തുടങ്ങാം. എളുപ്പമുള്ളൊരു പ്രൂഫാണ്. അപ്പം ആദ്യം നമ്മൾ ഈ എ എന്ന് പറയുന്ന ഈ പോയിന്റിലെ പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കാൻ. ദ പൊട്ടൻഷ്യൽ അറ്റ് എ എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കാൻ. അപ്പം അറ്റ് എ എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ, എ എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കൊടുക്കുന്നത് V+ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് V+ എന്ന് വിചാരിക്കും. അപ്പോൾ എന്താണ് V+ എന്നറിയാമോ? V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ, പ്ലസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ്. അപ്പോൾ V+ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? പൊട്ടൻഷ്യൽ അറ്റ് പോസിറ്റീവ് ചാർജ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ അറ്റ് എ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ അറ്റ് എയുടെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇക്വേഷൻ എന്ന് പറയുന്നത് 1/4πε0 ഇൻറ്റു ഇവിടുത്തെ ചാർജ് എന്തുവാ? പോസിറ്റീവിലെ ചാർജ് എന്തുവാ? പ്ലസ് ക്യൂ ആണ്. അപ്പോൾ പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്തുവാണ്? R1. അപ്പോൾ പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ R1. 1/4πε0 പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ R1. അടുത്ത് പൊട്ടൻഷ്യൽ അറ്റ് മൈനസ് ക്യൂ, അതായത് നെഗറ്റീവ് ചാർജിൻ്റെ അവിടുത്തെ പൊട്ടൻഷ്യൽ എന്തുവാണെന്ന് നോക്കാം. അപ്പോൾ അതെന്തുമായിരിക്കും? 1/4πε0 ഇൻറ്റു മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ R2. കാരണം എന്തുവാ? നെഗറ്റീവിലെ ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്ന മൈനസ് ക്യൂ ആണ്. ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് R2 ആണ്. അപ്പം 1/4πε0 മൈനസ് ക്യൂ ബൈ R2. ഇനി എല്ലാം ഭയങ്കര എളുപ്പമാണ്. V = V+ പ്ലസ് V-, അതായത് ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. 1/4πε0 Q ഡിവൈഡഡ് ബൈ R1 പ്ലസ് 1/4πε0 മൈനസ് Q ഡിവൈഡഡ് ബൈ R2. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക? കോമൺ ആയിട്ടുള്ള ആൾക്കാരെല്ലാവരെയും പുറത്തെടുക്കുക. ആരാണ്? 1/4πε0. നോക്കിയാണ്, ഇവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്. Q ഇവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്. മൈനസ് രണ്ടിടത്തും ഇല്ല, അതുകൊണ്ട് നമുക്ക് കോമൺ എടുക്കാൻ പറ്റൂല. ഇത് R അല്ല, R1ഉം R2ഉം ആണ്, അതുകൊണ്ട് അതിനെയും കോമൺ എടുക്കാൻ പറ്റൂല. അപ്പോൾ എന്ത് വരും? ഇവിടെ നിന്ന് 1/4πε0 ക്യൂവും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബാക്കി ആര് മാത്രമേ ഉള്ളൂ? 1/R1 മാത്രമേ ഉള്ളൂ. പ്ലസ് ഇവിടുത്തെ മൈനസ് രണ്ടിടത്തും ഇല്ലാത്തതുകൊണ്ട് കോമൺ എടുത്തിട്ടില്ല. അപ്പോൾ മൈനസ് ഇവിടെയും 1/R2, മൈനസ് 1/R2. ഈ പ്ലസും മൈനസും കൂടെ ചേർന്ന് മൈനസ് ആവും കേട്ടോ. അപ്പോൾ എന്ത് വരുമെന്ന് അറിയാമോ? 1/4πε0. 1 ഇൻറ്റു ക്യൂ എന്ന് പറയുന്നത് ക്യൂ ആയി മാറുവേ. Q/4πε0 ഇൻറ്റു 1/R1 മൈനസ് 1/R2 എന്നായിട്ട് വരും. ഓക്കെ, ഇനി Q/4πε0 ഈ ഒരു സാധനം 1/R1 മൈനസ് 1/R2നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു R2, അതായത് 1 ഇൻറ്റു R2 മൈനസ് 1 ഇൻറ്റു R1 ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു R2. Q/4πε0 R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു R2 എന്ന് വരും. അപ്പോൾ ഇത്രയും കാര്യം ഇവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ അക്കോർഡിംഗ് ടു ട്രയാങ്കിൾ ABC, ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞില്ലായിരുന്നു, അതായത് ഈ ട്രയാങ്കിളിനൊന്ന് നോക്കി വെച്ചോളാൻ. അപ്പോൾ ഇനി ഈ ട്രയാങ്കിളിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഈ ട്രയാങ്കിളിൽ നിന്ന്, അതായത് ഈ ABC എന്ന് പറയുന്ന ട്രയാങ്കിളിൽ നിന്ന് നമ്മൾ എന്തെടുക്കുവാണ്? കോസ് തീറ്റ എടുക്കുവാണ്. കോസ് തീറ്റ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കണം, അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ് എന്നാണ് കോസ് തീറ്റയുടെ ഇക്വേഷൻ. ഇവിടുത്തെ അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്? ഇതാണ് 90 ഡിഗ്രി. അപ്പോൾ ഇവിടുത്തെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് R1 ആണ്, ഇത് R2 ആണ്. അപ്പോൾ ഇതെന്താണെന്നറിയാമോടെ? ഇതെന്ന് പറയുന്നത് R2 മൈനസ് R1 ആണ്. ഈ സൈഡ് എന്ന് പറയുന്നത് R2 മൈനസ് R1 ആണ്.
അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ ഹൈപ്പന്യൂസ് എന്ന് പറയുന്നത് ഇതായത് അഡ്ജസൻറ്റ് സൈഡ് ഹൈപ്പന്യൂസ് സൈഡ് ബേസ്. അപ്പോൾ നമ്മളിവിടെ അഡ്ജസൻറ്റ് എഴുതി R2 മൈനസ് R1 ഹൈപ്പന്യൂസ് എന്ന് പറയുന്നത് 2a. അപ്പം നമ്മൾ ഡിവൈഡഡ് ബൈ 2a ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? 2a cos തീറ്റ ഈക്വൽ ടു R2 മൈനസ് R1 എന്ന് വരും. അപ്പോൾ ഇനി നമുക്ക് ധൈര്യമായിട്ട് ഈ R2 മൈനസ് R1 പകരം ആരെ കൊടുക്കാനായിട്ട് പറ്റും? 2a cos തീറ്റയെ കൊടുക്കാൻ പറ്റും. ഒന്നുകൂടെ R2 മൈനസ് R1 പകരം 2a cos തീറ്റയെ കൊടുക്കും. ഇതായി കണ്ട R2 മൈനസ് R1 പകരം ആരെ കൊടുക്കും? 2a cos തീറ്റ. അപ്പോൾ നോക്കിയോ എങ്ങനെ വരുമെന്ന്? Q ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു 2a cos തീറ്റ ഡിവൈഡഡ് ബൈ R1 R2. ഇനി നിങ്ങൾ അറിയേണ്ട വേറൊരു കാര്യവും കൂടെ ഉണ്ട്. R1 എന്ന് പറയുന്നത് R2 ഈക്വൽ ആണ്, R2 എന്ന് പറയുന്നത് R ഈക്വൽ ആണ്. R1 ഈസ് ഈക്വൽ ടു R2 ഈസ് ഈക്വൽ ടു R എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ R1 പകരവും R കൊടുക്കും, R2 പകരവും ആരെ കൊടുക്കും? R കൊടുക്കും. അപ്പോൾ എന്ത് വരും? Q ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു 2a cos തീറ്റ ഡിവൈഡഡ് ബൈ R ഇൻറ്റു R എന്ന് വരും. കേട്ടല്ലോ? ഇനി അപ്പം എന്താണ് കിട്ടിയ? Q ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു 2a cos തീറ്റ ഡിവൈഡഡ് ബൈ R² എന്നാണ് വന്നത്. ആണല്ലോ. ഇനി നമ്മൾ ജസ്റ്റ് ഇതിനെ ഒന്ന് അറേഞ്ച് ഏത് എഴുതുമ്പോൾ എന്ത് വരും? 1 ഡിവൈഡഡ് ബൈ 4πε0 2aq cos തീറ്റ ഡിവൈഡഡ് ബൈ R². ഇവിടെ 2aq എന്നുള്ളത്, അതായത് ഈ ക്യൂവിന് ആദ്യമോ അവസാനമോ കൊടുക്കാതെ ഇതിൻ്റെ നടുക്ക് കൊടുത്തതിന് ഒരു കാരണമുണ്ട്. കാരണം എന്തോന്നെന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ട്രിക് ഡൈപോളിന് ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞില്ലേ ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന്? ഇലക്ട്രിക് ഡൈപോളിന് ഒരു ഇക്വേഷൻ ഉണ്ട്. P ഈസ് ഈക്വൽ ടു 2aq എന്നുള്ളതാണ് ഇക്വേഷൻ. ആരുടെ ഇക്വേഷൻ? ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇക്വേഷൻ. അപ്പം ഈ P ഈക്വൽ ടു 2aq എന്നുള്ളതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2aq പകരം നമുക്ക് ആരെ കൊടുക്കാം? Pനെ കൊടുക്കാം. അപ്പോൾ എന്ത് വരും? 1 ഡിവൈഡഡ് ബൈ 4πε0 P cos തീറ്റ ഡിവൈഡഡ് ബൈ R² എന്ന് വരും. 1 ഡിവൈഡഡ് ബൈ 4πε0 P cos തീറ്റ ഡിവൈഡഡ് ബൈ R² എന്ന് വരും. അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്. നമ്മുടെ V+ൻ്റെ ഇക്വേഷൻ, V- ഇക്വേഷൻ രണ്ടും കൂടെ പ്ലസ് ചെയ്യുന്ന, കോമൺ പുറത്തെടുക്കുന്ന, ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്യുന്ന, ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന, ആൻഡ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ V ഈക്വൽ ടു 1/4πε0 P cos തീറ്റ ബൈ R². എന്താണ്? ഇതുണ്ട് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. അതിൽ ഇവിടെ cos തീറ്റയ്ക്ക് 0 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും cos 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ V ഈക്വൽ ടു 1/4πε0 P ബൈ R² എന്ന് വരും. അടുത്ത cos തീറ്റയ്ക്ക് 90 ഡിഗ്രി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും cos 90 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ V എന്ന് പറയുന്നത് 0 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് നോക്കി, പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ നോക്കി, അടുത്ത പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജ്. അപ്പം ഇത് ജസ്റ്റ് ഒരു സിസ്റ്റം ആണെന്ന് കൺസിഡർ ചെയ്യുക. അടുത്ത് ഇവിടെ നിന്നൊരു പോയിന്റ് കൺസിഡർ ചെയ്യുക. ഇത് പോയിന്റ് P ആണ്. ഈ സിസ്റ്റം നിറയെ ചാർജാണ്, അതായത് പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റം നിറയെ ചാർജാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏതെങ്കിലും നമ്മളൊരു 5 ചാർജ് കൺസിഡർ ചെയ്യുവാണ്. ഒരു 5 ചാർജ് കൺസിഡർ ചെയ്ത് ആദ്യത്തെ ചാർജ് Q1, Q2, Q3, Q4, Q5, Q1, Q2, Q3, Q4, Q5 എന്ന് പറഞ്ഞ 5 ചാർജ് കൺസിഡർ ചെയ്ത് ഇത് P എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലോട്ട് നമ്മൾ ജസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, ഇനി നമ്മുടെ P മുതൽ Q1 വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R1P ആണ്. ഈ 1 എന്ന് പറയുന്നത് Q1ൻ്റെ 1ൽ നിന്നാണ് വന്നത്. ഇവിടുത്തെ P ഇതെന്ന് പറയുന്നത് R2P. ഈ 2 എന്ന് പറയുന്നത് Q2ൻ്റെ 2 ആണ് P. ഓക്കെ, ഇതെന്ന് പറയുന്നത് R3P, ഇത് R4P, ഇത് R5P. അടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഓരോ ചാർജിൻ്റെയും പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം P മുതൽ Q1 വരെയുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ആദ്യത്തത് എന്തുവാണ്? V1 എന്ന് പറയുന്നത് എന്തുവാ? 1 ഡിവൈഡഡ് ബൈ 4πε0. ഇവിടുത്തെ ചാർജ് ഏതാണ്? Q1. അപ്പോൾ 1/4πε0
Q1 divided by ഇവിടുത്തെ ഡിസ്റ്റൻസ് R1P. അപ്പോൾ Q1 divided by R1P. V2 എന്ന് പറയുന്നതോ V2 equal to 1 divided by 4 pi epsilon 0 Q2 divided by R2P. ഇതുപോലെ V3 എന്ന് പറയുന്നത് 1 divided by 4 pi epsilon 0 Q3 divided by R3P. ഇതാണ് R3P. അടുത്ത് ഇതാണ് V4 എന്ന് പറയുന്നത്. അപ്പോൾ V4 equal to 1 divided by 4 pi epsilon 0 Q4 divided by R4P. അടുത്ത V5 എന്ന് പറയുമ്പോൾ 1 by 4 pi epsilon 0 Q5 divided by R5P. അടുത്തിനി നമ്മൾ ടോട്ടൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് കണ്ടുപിടിക്കുന്നത്. ടോട്ടൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? V equal to ഇത് അത്രയും കൂടെ ആഡ് ചെയ്യുക. V1 പ്ലസ് V2 പ്ലസ് V3 പ്ലസ് V4 പ്ലസ് V5. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ആഡ് ചെയ്തെടുക്കണം. അപ്പം എന്ത് വരും? 1 by 4 pi epsilon 0 1 by 4 pi epsilon 0 1 by 4 pi epsilon 0 Q1 divided by R1P plus 1 by 4 pi epsilon 0 Q2 divided by R2P plus 1 by 4 pi epsilon 0 Q3 divided by R3P plus 1 by 4 pi epsilon 0 Q4 divided by R4P plus 1 by 4 pi epsilon 0 Q5 divided by R5P എന്ന് വരും. ഇനി ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള ആൾക്കാരെ പുറത്തെടുക്കുക. ഇതിനകത്ത് കോമൺ ആയിട്ടുള്ളത് 1 by 4 pi epsilon 0 മാത്രമേ ഇതിനകത്ത് കോമൺ ആയിട്ടുള്ളൂ. അപ്പോൾ എന്ത് വരും? 1 by 4 pi epsilon 0 into Q1 divided by R1P plus Q2 divided by R2P plus Q3 divided by R3P plus Q4 divided by R4P. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ 5 ചാർജ് മാത്രമല്ല, ഇവിടെ അത്ര ഇൻഫൈനൈറ്റ് ആയിട്ട് ചാർജ് ഉണ്ട്, അതായത് ഒത്തിരി ചാർജ് ഉണ്ട്. വിച്ച് മീൻസ് ഇതിങ്ങനെ എക്സെട്രാ എന്നുള്ള രീതിക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനെ ജസ്റ്റ് അല്ലാണ്ട് ഒരു കൺക്ലൂഷൻ ഇക്വേഷൻ ആയിട്ട് നമ്മൾ എടുക്കണമെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും വരുന്നത്. 1 by 4 pi epsilon 0 Q1 by R1P plus Q2 by R2P plus Q3 by R3P etc. up to Qn divided by Rnp എന്നുള്ളതായിരിക്കും നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒന്ന് നോക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജ് ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്ന അവിടെ നിന്ന് കുറേ ചാർജ് എടുത്തിട്ടുണ്ട്. ഓരോ പോയിന്റിലായിട്ട് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എടുത്തിട്ടുണ്ട്. അതിനുശേഷം എല്ലാം കൂടെ ആഡ് ചെയ്യും. ആഡ് ചെയ്തിട്ട് കോമൺ എടുക്കുന്ന ജസ്റ്റ് ഒരു കൺക്ലൂഷൻ ഇക്വേഷൻ.